وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയനായ വിശ്വാസിനി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ചു നമുക്കെല്ലാം എല്ലായ്പ്പോഴും സകല തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളെയെല്ലാം അവനിലേക്ക് തന്നെ മടക്കുവാൻ കെൽപ്പുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യവേദന ശേഷം നിങ്ങൾ ഓരോരുത്തരെയും വളർത്തുന്നു വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ബാധ്യതകളിലും നമ്മൾ ഒരു പക്ഷേ ചെന്നുപെട്ടു എന്ന് വരാം. അതോ സാമ്പത്തിക ബാധ്യതയാകുമ്പോൾ അതിനെ ഇസ്ലാം വളരെ വലിയ ഗൗരവം തന്നെ കാണുന്നുണ്ട്. നമുക്കറിയാം, കടബാധ്യത അത് വളരെ വലിയൊരു ബാധ്യതയായി തന്നെ ഇസ്ലാം വീക്ഷിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്ന് നമുക്കറിയാം. സൂറത്തുൽ ബഖറയിലെ 282 ആയത്തായ ആയത്തുദ്ദൈൻ അഥവാ കടത്തിന്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്ത്. ഒരു പേജ് മുഴുവനും ആ ആയത്ത് നമുക്ക് കാണാം, നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ ആയത്ത് മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരൊറ്റ കാര്യത്തെ കുറിച്ചിട്ടാണ്, കടബാധ്യതയെ കുറിച്ചിട്ടാണ്. ആ ആയത്തിൽ മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത് കടബാധ്യതയിൽ രണ്ടുപേർ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഈ രണ്ടുപേർക്കുമിടയിൽ ഒരു മുഖാത്തബത്തുണ്ടാകും. മുഖാത്തബത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഒരു കരാറാണ്. കടം വാങ്ങുന്നയാൾ അതുപോലെ തന്നെ കടം കൊടുക്കുന്നയാൾ, ഈ രണ്ടു പേർ തമ്മിൽ ഒരു കരാർ. ഇത്ര തുക ഞാൻ നിങ്ങൾക്ക് കടമായി നൽകുന്നു, അത് ഇത്ര തീയതിക്ക് നിങ്ങൾ എനിക്ക് തിരിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. അല്ലെങ്കിൽ തീയതി പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും ഇത്ര തുക നൽകി എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ആ മുഖാത്തബത്ത്. ഇസ്ലാം അതിനെ അനുശാസിക്കുന്നുണ്ട്. ഇത്രത്തോളം എന്ന് വെച്ചാൽ ചില ഉലമാക്കൾ ഇതിനെ നിർബന്ധമായി പോലും കാണുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ഉലമാക്കൾ ഈ മുഖാത്തബത്ത് കടം ബാധ്യതയുള്ളവർക്കിടയിൽ നിർബന്ധമാണ് എന്ന് പോലും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം വരുന്ന ഉലമാക്കൾ അതിനെ മൻദൂബായിട്ടാണ്, അഥവാ സുന്നത്തായ ഒരു കാര്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത്രയും, എന്നാൽ ആ ഉലമാക്കൾ പോലും, സുന്നത്താണ് എന്ന് പറയുന്ന ഉലമാക്കൾ പോലും പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഇനി ഈ കടം വാങ്ങിയ ആൾ ഞാൻ കടം വാങ്ങിയിട്ടൊന്നുമില്ല എന്ന് നിഷേധിച്ചാൽ കടം കൊടുത്തയാൾ അയാളെ തന്നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ, അഥവാ അല്ലാഹു ഇങ്ങനെ ഒരു മുഖാത്തബത്തിനെ പറ്റി പരിശുദ്ധ ഖുർആനിൽ ഒരു പേജ് മുഴുവൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിന് തുനിയാതെ അയാൾ അതിനെ ഒന്ന് അവഗണിച്ചതിന്റെ പേരിൽ ഈ കടം വാങ്ങിയ ആൾ അത് നിഷേധിച്ചാലും, ഞാൻ കടമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് നിഷേധിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഈ കടം കൊടുത്തയാൾക്കാണ്. കാരണം അയാൾ മുഖാത്തബത്തിന് തുനിഞ്ഞില്ല.
മുഖാത്തബത്ത് എഴുതി വെക്കാൻ അയാൾ പരിശ്രമിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് തന്നെയാണ് അയാൾ കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്രയും ഗൗരവമേറിയ ഈ മുഖാത്തബത്തിനെ കുറിച്ച്, ആ മുഖാത്തബത്തിന് 2 സാക്ഷികൾ പോലും ഉണ്ടാകണം എന്നും ആ ആയത്തിൽ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഇത്രയും വലിയ ഒരു പേജ് മുഴുവനുമുള്ള ഈ ആയത്തിലൂടെ അത് പറയണമെന്നുണ്ടെങ്കിൽ ആ കടത്തിന്റെ ആ ഒരു ഗൗരവം അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറയുന്നത് കാണാം. നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. സത്യവിശ്വാസിയുടെ നഫ്സ്, സത്യവിശ്വാസിയുടെ റൂഹ്, ആത്മാവ്, അത് കെട്ടിയിടപ്പെട്ടിരിക്കുന്നു അവന്റെ കടത്തോടൊപ്പം. ഹത്താ യുഖ്ളാ അൻഹു, അവന്റെ കടം നീട്ടി അത് വീട്ടപ്പെടുന്നത് വരേക്കും അവന്റെ ആത്മാവ് അതിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. അവന് രക്ഷയില്ല, അവന് മോചനമില്ല, അവന്റെ കടം നിവർത്തപ്പെടുന്നത് വരേക്കും. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി വരുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഈ മയ്യിത്തിന് കടമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ സന്നദ്ധരാവാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും വിലക്കിയിട്ടില്ല, മയ്യിത്ത് നമസ്കരിക്കരുതെന്ന് വിലക്കിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ സന്നദ്ധരായിട്ടില്ല മയ്യിത്തിന് കടമുണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ആ മയ്യിത്തിന്റെ അല്ലെങ്കിൽ ആ മരിച്ച ആ വ്യക്തിയുടെ ഏതെങ്കിലും ബന്ധുക്കൾ വന്നുകൊണ്ട് അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു റസൂലേ എന്ന് പറഞ്ഞു എങ്കിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. ഷഹീദിന്റെ പോലും നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ അറിഞ്ഞവരാണ്, ഷഹീദിനെ പോലും രക്ഷയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, സുബ്ഹാനല്ലാഹ് മാദാ അൻസലല്ലാഹു മിന തശ്ദീദ് ഫി ദൈൻ. ഈ കടവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ശക്തമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രയാസകരമായ കാര്യങ്ങളാണ് അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. വലദീ നഫ്സി ബിയദിഹി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രയോഗമാണ്. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു രീതിയാണ്, എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയും സുമ്മ ഉഹ്യി എന്നിട്ട് അവന് ജീവൻ വെക്കപ്പെടുകയും സുമ്മ ഖുതില സുമ്മ ഉഹ്യി പിന്നെയും അയാൾ എന്ത് ചെയ്തു? കൊല്ലപ്പെടുന്നു, പിന്നെയും അയാൾ ജീവിക്കുന്നു. സുമ്മ ഖുതില വീണ്ടും അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ കൊല്ലപ്പെടുന്നു. 3 തവണ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഷഹീദായാലും ശരി, അയാൾക്ക് കടമുണ്ടെങ്കിൽ സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കുകയില്ല. അയാളുടെ കടം നീട്ടി അയാളുടെ കടം നിവർത്തപ്പെടുന്നത് വരേക്കും അല്ലെങ്കിൽ വീട്ടപ്പെടുന്നത് വരേക്കും. സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. കടം അത് എല്ലാവരും ഒരുപക്ഷെ വരുത്തി വെക്കുന്നതാകണമെന്ന് തന്നെ പല രീതിയിലും കടം വരാം. കടം എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അദ്കാറു സ്വബാഹിലും മസാഹിലും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹംമി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹ്രി റിജാൽ. ഗലബത്തു ദൈൻ എന്നുള്ളത് ഒരു പരീക്ഷണം. കടം വന്ന് ഇങ്ങനെ പെരുകുക, കടം വന്ന് നമ്മളെ മൂടുക, കടം വല്ലാതെ നമ്മളെ അതിജയിക്കുന്ന അവസ്ഥ, അതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അതോടൊപ്പം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ആളുകൾ നമ്മളെ അതിജയിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, ആളുകൾക്ക് നമ്മളുടെ മേൽ കുതിര കയറാൻ ഒരു അവസ്ഥ ഉണ്ടാവുക. കടം അതിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അല്ലാഹുവിനോട് അഭയം തേടുന്ന പ്രാർത്ഥന നമുക്കറിയാം. ആ കടം അത് ചിലപ്പോൾ പല രീതിയിലാണ് നമ്മൾ കാണാറുണ്ട്. വിവേകമില്ലാത്ത ജീവിത ശൈലി കൊണ്ട് കടം വരുത്തി വെക്കുന്ന ആളുകളെ കാണാം. എന്നാൽ അതൊന്നുമല്ലാതെ കച്ചവടത്തിലോ ബിസിനസ്സിലോ നഷ്ടം വന്നതിനോ ശേഷം കടക്കാരാവുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കടം വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ കടത്തിൽ ബാധ്യത ആകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് രീതിയിലുള്ളതുമാകട്ടെ, കടം അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, അതിൽ നിന്നും കരകയറുവാൻ വേണ്ടി
അള്ളാഹുവിനോട് ചോദിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ കാര്യം അത് വളരെ കഷ്ടമായിരിക്കും. കാരണം ആ കടം നീട്ടപ്പെടുന്നത് വരെ, കടം നിവർത്തപ്പെടുന്നത് വരേക്കും അയാൾക്ക് രക്ഷയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഷഹീദിന് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അയാളുടെ ആദ്യത്തെ തുള്ളി രക്തം മണ്ണിൽ വീഴുമ്പോൾ തന്നെ അയാളുടെ എല്ലാ പാപങ്ങളും രക്തസാക്ഷിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലത്തെയും കടമൊഴുകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും അടുത്തയാൾ ആ കടം ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം. ജീവനുള്ളപ്പോൾ അയാളത് നിവർത്താൻ അല്ലെങ്കിൽ നീട്ടുവാൻ അല്ലെങ്കിൽ ആ കടത്തെ വീട്ടുവാൻ അയാൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അയാളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾ, നമ്മൾ മയ്യിത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടെല്ലാം കാണാറുണ്ട്. ബാധ്യതകൾ ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുക എന്നെല്ലാം പറഞ്ഞ് മക്കളും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളും എല്ലാം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരാൾ ഏറ്റെടുത്തു എങ്കിലല്ലാതെ അയാൾക്ക് രക്ഷയില്ല. അപ്പോൾ ഈ കടം നിവർത്തൽ, കടം വീട്ടൽ പഠിപ്പിച്ചു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? അഹ്സനഹും, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അത് കടം വീട്ടുന്നയാളാണ്. കടം വീട്ടുന്നതിന് നല്ല രീതിയുണ്ട്. ഇതെങ്ങനെയാണ്? ഇങ്ങോട്ട് നൽകിയതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട്. ഉദ്ദേശിക്കുന്നത് പലിശ നൽകണമെന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് എന്താണോ നമുക്ക് നൽകിയത് അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി തിരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് അതിന്റെ ഉദ്ദേശം. ആ രീതിയിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കടം വീട്ടുക. അതുപോലെ തന്നെ അതിന്റെ സമയത്ത് തന്നെ മുഖാത്തവത്തുണ്ടെങ്കിൽ ഏതാണോ തീയതി ആ തീയതിക്കോ അല്ലെങ്കിൽ അതിന് മുമ്പായിക്കൊണ്ടോ തിരിച്ചു കൊടുക്കൽ, ഇതെല്ലാം തന്നെ ആ ഇഹ്സാനിൽ വരും. ഏറ്റവും നല്ല രീതിയിൽ എന്തു ചെയ്യുക? കടം വീട്ടുക. അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം. കടം പലപ്പോഴും അത് സമ്പത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും വസ്തുക്കളാകാം, ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുമാകാം. അതെല്ലാം അത് ഇങ്ങോട്ട് നൽകിയതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ട് നൽകുക എന്നുള്ളത് കൂടി ആ കടം വീട്ടലിന്റെ മര്യാദയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം. ഇനി അതുപോലെ തന്നെ ഈ കടം വാങ്ങിയ ആൾ, അയാളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി കടം കൊടുത്തയാൾ, കടം കൊടുക്കുന്നയാൾക്ക് ചില മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. മനസ്സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ കർബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണ്. എന്താണ് ഏതാണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് ഇതിന്റെ വിചാരണ എന്നറിയില്ല. എങ്ങനെയാണ് എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നറിയില്ല. ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്നും അറിയില്ല. അങ്ങനെയുള്ള ആ പ്രയാസത്തിന്റെ സമയത്ത് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങളെ ആ പ്രയാസത്തിൽ നിന്നുമെല്ലാം സംരക്ഷിക്കണം, നിങ്ങളെ രക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമല്ല സൂര്യൻ തലക്കുമീതെ ഒരു ചാൺ മുകളിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുക? പ്രയാസപ്പെടുന്നയാൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. എന്താണ് ഈ പ്രയാസം? കടമാണ്. കടം കൊണ്ട് ഞെരുങ്ങുന്നയാൾ, അയാൾക്ക് എളുപ്പമുണ്ടാക്കുക. കടം വീട്ടി കൊടുക്കുക. നിങ്ങൾക്കറിയില്ലേ, സക്കാത്തിന്റെ 8 അവകാശികളുടെ ഇനത്തിൽ ഒരു അവകാശികളാണ് കടബാധിതരാണ്. ആ കടം നീട്ടിക്കൊടുക്കൽ, കടം വീട്ടിക്കൊടുക്കൽ അത് വളരെ വളരെ വലിയ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ കൊടുത്ത കടമല്ലെങ്കിലും ഒരാൾ വേറെ ഏതെങ്കിലും കടബാധ്യത കൊണ്ട് അയാൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കഴിയുന്നത് പോലെ നമുക്ക് കഴിയുമെങ്കിൽ അയാളുടെ ആ കടബാധ്യതയിൽ എന്തെങ്കിലും ഒരു എളുപ്പം, മുഴുവനായി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു എളുപ്പം നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അള്ളാഹു നമുക്ക് എളുപ്പം ഉണ്ടാകും. അന്ന് അള്ളാഹുവിന്റെ എളുപ്പമല്ലാത്ത മറ്റൊരു എളുപ്പവും ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ തണലല്ലാത്ത, അവന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഉണ്ടാവില്ല. അള്ളാഹുവിന് മാത്രമേ അത് സാധിക്കൂ. അന്ന് അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി നൽകും. അപ്പോൾ നമ്മൾ കൊടുത്ത കടമാണെങ്കിലും മറ്റാരുടെയെങ്കിലും ബാധ്യത മൂലം കടമായ ആളാണെങ്കിലും അത് നീട്ടിക്കൊടുക്കുക, അതിനെ അവധി നീട്ടിക്കൊടുക്കുക, ഇതല്ലെങ്കിൽ അതിനെ ഒരു ഞെരുക്കമില്ലാതെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കടം കൊടുത്തയാളുടെ മര്യാദയാണ്. ഇനി അതിനേക്കാൾ വലിയ വിശിഷ്ടമായ ഒരു കാര്യമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ഈ ഞെരുക്കമുള്ളയാൾക്ക് ഒന്ന് അവധി നീട്ടിക്കൊടുത്താൽ, മുഖാത്തബത്തിൽ രേഖപ്പെടുത്തിയ അവധിയും കഴിഞ്ഞ് അയാൾക്ക് ഈ അവധി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും നീട്ടിക്കൊടുത്താൽ ഫലഹു അയാൾക്കുണ്ട് കുല്ല യൗമിൻ ഓരോ ദിവസവും മിസ്ലഹു സദഖ 1000 രൂപയാണ് ഒരാൾ കടം കൊടുത്തത്. ആ 1000 രൂപ തിരിച്ചു തരാൻ വാങ്ങിയയാൾക്ക് പ്രയാസം, അയാൾക്ക് ഒരാഴ്ച കൂടി നീട്ടി കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ഓരോ ആഴ്ചയിലെ ഈ 7 ദിവസവും ഓരോ ദിവസവും 1000 രൂപ സ്വതന്ത്ര ചെയ്ത കൂലി ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഒരു പ്രതിഫലമാണ്. അതിന് നമുക്ക് വലിയ ആവശ്യമില്ലെങ്കിൽ, ഈ കൊടുത്ത തുക ഇപ്പോൾ വലിയ ആവശ്യമില്ലെങ്കിൽ അയാൾക്ക് കഴിയുന്നത്ര നീട്ടിക്കൊടുത്താൽ, എത്ര ദിവസം നീട്ടിക്കൊടുക്കുന്നുവോ അത്രയും ദിവസം ആ തുക സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹു എത്ര ഔദാര്യവാനാണ്. അള്ളാഹു അവന്റെ അടിയാന്മാരോട്, അവന്റെ ദാസന്മാരോട് എത്ര കരുണയുള്ളവനാണ് എന്നുള്ളതിന്റെ തെളിവാണിതെല്ലാം. അള്ളാഹു ഒരു ഞെരുക്കം ഉണ്ടാക്കുന്നില്ല. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. നിങ്ങൾക്ക് അള്ളാഹു ഒരു ഞെരുക്കം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദീൻ എത്ര മനോഹരമാണ്, ദീൻ എത്ര സുന്ദരമാണ്, ദീൻ എത്ര എളുപ്പമുള്ളതാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുവാനും, പരസ്പരം വിട്ടുകൊടുക്കുവാനും, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാനും, പരസ്പരം മാപ്പ് ചെയ്യുവാനും, പരസ്പരം സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കരുണയോടുകൂടി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനാണ് ഈ ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു ആ രീതിയിലാണ് ഈ ദീനിനെ സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. ആ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കാണ് ഉണ്ടാവുക? അവന്റെ അടിയാന്മാരിൽ നിന്നും കരുണയുള്ളവർക്കാണ് ഉണ്ടാവുക. അപ്പോൾ കരുണ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. പരസ്പരം നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ് നമ്മൾ കാണുന്നത്. പറയുന്നു, ആരെങ്കിലും ഈ പറഞ്ഞ ഞെരുക്കം കൊണ്ട്, കടം കൊണ്ട് ഞെരുങ്ങുന്നയാൾക്ക് എളുപ്പമുണ്ടാക്കിയാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും ഇൻഷാ അല്ലാഹ് അള്ളാഹു അയാൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ സമാഹത്തുദൈൻ, അതായത് ഈ കടത്തിൽ അതിലൊരു വിട്ടുവീഴ്ച നൽകുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു തലമുണ്ട്. കടം കൊടുത്തയാൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയുണ്ട്. സൂറത്തുൽ ബഖറയിൽ 280-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അത് വിട്ടുകൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഈ കടം നീട്ടിക്കൊടുക്കുന്നത്, അതിന്റെ അവധി നീട്ടിക്കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ കടം തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥയോ അത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾ ഞെരുക്കമുള്ളയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുക. അള്ളാഹുവാണ് പറയുന്നത് ബഖറയിൽ 280-ാമത്തെ വചനത്തിലൂടെ, നിങ്ങൾ ഞെരുക്കമുള്ളയാൾക്ക് അവധി നീട്ടിക്കൊടുക്കൂ. എന്നാൽ നിങ്ങൾ അത് സ്വതക്കയായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് അത് ആവശ്യമില്ല, നിങ്ങൾ അതിന് ആവശ്യക്കാരല്ല എങ്കിൽ, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ആ തുക നിങ്ങൾ വിട്ടുകൊടുക്കൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അയാളുടെ ആ പ്രയാസം അതിനെ നീക്കി കൊടുക്കാൻ വേണ്ടി, അയാളുടെ ആ കർബ്, അയാളുടെ ആ ഒരു ഞെരുക്കം അത് നീക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് അതിന്റെ വിശദീകരണവുമായി, ആ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഈ രീതിയിൽ നമ്മൾ കടം വാങ്ങിയവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു തീർക്കുവാൻ, ഏറ്റവും നല്ല മനോഹരമായി തന്നെ അതിനെ അതാ കടം വീട്ടുവാൻ നമ്മൾ ശ്രമിക്കുക. കടം കൊടുത്തവരാണെങ്കിലോ ഈ പറഞ്ഞ രീതിയിൽ കഴിവുണ്ടെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ അതിന്റെ അവധി നീട്ടിക്കൊടുക്കുക, കഴിവുണ്ടെങ്കിൽ അതിനെ വിട്ടുകൊടുക്കുക. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ പേരിലെല്ലാം നമുക്ക് ലഭിക്കാനുള്ളത് മഹത്തായ പ്രതിഫലങ്ങളാണ്. ഇന്ന് പല ആളുകൾക്കും, മനുഷ്യർക്കുള്ള ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് കിട്ടണം റിസൾട്ട്, പെട്ടെന്നുണ്ടാകണം ഫലം. അതല്ലാത്ത ഫലങ്ങളൊന്നും മനുഷ്യർ സ്വീകരിക്കില്ല.
എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം കാത്തിരുന്നാൽ, ഒന്ന് ക്ഷമിച്ചാൽ നമുക്ക് ലഭിക്കാനുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുമുള്ള വലിയ വലിയ പ്രതിഫലങ്ങളാണ്. നമുക്കൊന്നും കാണാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം. ഈ ദുനിയാവിൽ നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ അതിന്റെ പേരിൽ നമുക്ക് കിട്ടാനുള്ളത് വലിയ പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റി ചിന്തിച്ച്, അതിനെപ്പറ്റി ഓർത്ത് ഈ രീതിയിൽ കഴിയുന്നത് പോലെ വിട്ടുവീഴ്ച ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുക. ഇനി ഈ കടം വന്നു കഴിഞ്ഞാൽ ആ കടത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു പ്രാർത്ഥന, അത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മുഖാത്തബ് വരികയാണ്. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, മുഖാത്തബത്ത് എന്ന് പറഞ്ഞ ആ കരാറിനാൽ കരാർ ചെയ്യപ്പെട്ട ഒരാൾ വരുന്നു, അതായത് കടം വാങ്ങിയ ആൾ വരുന്നു. എന്നിട്ട് അയാൾ ചോദിക്കുന്നു അലി റളിയല്ലാഹു അൻഹുവിനോട്, ഇന്നി അജസ്തു അൻ മുഖാത്തബതി ഫഅഇനി, തീർച്ചയായിട്ടും എനിക്ക് എന്റെ മുഖാത്തബത്തിൽ വല്ലാതെ പ്രയാസം നേരിടുന്നത്, അതുകൊണ്ട് എന്നെ സഹായിക്കണം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അയാളോട് തിരിച്ചു പറയുകയാണ്, അലാ ഉഅല്ലിമുക കലിമാത്, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. അല്ലമനിഹുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്കുകളാണ്. ലൗ കാന അലൈക മിസ്ല ജബല സിയറിൻ ദൈന, സിയർ പർവതത്തോളം കടം നിനക്കുണ്ടെങ്കിലും, സിയർ എന്ന് പറയുന്നത് അവിടെയുള്ള ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത്രയും വലിയ, അത്രയും ഭീമമായ കടം, പർവ്വതത്തോളം ഭീമമായ കടം നിനക്കുണ്ടെങ്കിലും നിന്നിൽ നിന്നും അത് അല്ലാഹു നിവർത്തിച്ചു തരും, നിനക്കത് അല്ലാഹു വേണ്ടി തരും. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഒരു രൂപം നമ്മൾ പുറത്ത് ഒരു പേപ്പറിൽ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ നമസ്കാരത്തിന് ശേഷം എല്ലാവരും അത് കേൾക്കുക, അത് പഠിക്കുക. നമുക്ക് കടമുണ്ടെങ്കിൽ അല്ലാഹു അത് വീട്ടി തരും, നമുക്ക് കടമില്ലെങ്കിൽ നമ്മുടെ കടത്തിൽ നിന്നും അല്ലാഹു രക്ഷിക്കും. സഹോദരങ്ങളെ, ഈ രീതിയിൽ നമ്മൾ പഠിക്കുക, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹുവേ എനിക്ക് നീ മതിയാക്കണമേ, തൃപ്തി തരണം അല്ലാഹുവേ, ഒരു കിഫായത്ത് അല്ലാഹുവേ, അതുകൊണ്ട് എനിക്ക് മതിയാക്കണം. എന്തുകൊണ്ട്? ബിഹലാലിക, നീ ഹലാലാക്കിയ കാര്യങ്ങളെ കൊണ്ട്. നീ ഹലാലാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, സമ്പാദ്യമാകട്ടെ എന്തുമാകട്ടെ, ആ ഹലാലാക്കിയ കാര്യങ്ങളെ കൊണ്ട് എനിക്ക് മതിയാക്കണം. അൻ ഹറാമിക, നീ ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നമുക്ക് എഴുതിയ റിസ്ക് ഇത് നമുക്ക് കിട്ടിയിരിക്കും. അത് നമ്മൾ ഹലാലിലൂടെയാണോ ഹറാമിലൂടെയാണോ നേടുന്നത് എന്ന് നമ്മളുടെ അമലുകളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹറാമായ വഴികൾ സ്വീകരിച്ചാലും ശരി, നമുക്ക് എഴുതാത്ത ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ കൂടുതൽ പെരുപ്പിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അത്യാഗ്രഹം മൂത്ത്, ദുരമൂത്ത് ഹറാമായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. കാരണം അങ്ങനെ സഞ്ചരിച്ചാലും നമ്മളുടെ പേരിൽ പാപങ്ങൾ നമ്മൾ വാരിക്കൂട്ടുന്നു എന്നല്ലാതെ അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാമല്ലോ. അതിൽ നിന്നും ഒരു വറ്റ് കൂടുതലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുക. അല്ലാഹുവിന്റെ വചനം നമ്മൾ എപ്പോഴും ഓർക്കുക. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തഖ്വയോടുകൂടി അവൻ ഹലാലാക്കിയത് മാത്രം സ്വീകരിച്ച്, അല്ലാഹു ഹറാമാക്കിയതിനെ കൈവെടിഞ്ഞ് തഖ്വയോടുകൂടി അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവൻ എന്ത് ചെയ്യും? അല്ലാഹു ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. ഒരു തുറവി, ഒരു പ്രയാസത്തിൽ നിന്നുള്ള ഒരു രക്ഷ, ഏത് കുടുക്കിൽ പോയി പെട്ടാലും അതിൽ നിന്നും എല്ലാം രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. ഇത് അല്ലാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾ കണക്കാക്കാത്ത മാർഗത്തിൽ എവിടെ നിന്നില്ലാതെ നമുക്ക് അല്ലാഹു എത്തിച്ചു തരും. അതുകൊണ്ട് തന്നെ വളരെ ഞെരുങ്ങിയാലും എത്ര തന്നെ പ്രയാസപ്പെട്ടാലും ഹറാമിന്റെ മാർഗങ്ങളിലേക്ക് തിരിയാതെ ക്ഷമയോട് കാത്തിരിക്കുക. ഹലാലിന്റെ മാർഗങ്ങൾ അല്ലാഹു ഇറക്കി തരും ഇൻഷാ അല്ലാഹ്. ഒരിക്കലും ഹറാമിലൂടെ നമുക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല, നഷ്ടമല്ലാതെ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുക. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അങ്ങനെ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അല്ലാഹുവേ എനിക്ക് മതിയാക്കണം. ഹറാമിലൂടെ പോകേണ്ട അവസ്ഥ വരുത്തരുത് അല്ലാഹുവേ. ഹലാലിലൂടെ തന്നെ എനിക്ക് മതിയാക്കണേ അല്ലാഹുവേ. നീ എന്നെ ഐശ്വര്യവാനാക്കണമേ അല്ലാഹുവേ, ഗനിയാക്കണമേ. ബിഫദ്ലിക, നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട്. അമ്മൻ സിവാക, നീയല്ലാത്ത മറ്റെല്ലാവരിൽ നിന്നും നീ എന്നെ നിരാശ്രയനാക്കണമേ അല്ലാഹുവേ. നിന്നെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ. വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ആരെങ്കിലും ആഗ്രഹിച്ചാൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കേണ്ടതല്ലാത്ത ഒരവസ്ഥ സ്വയം ശീലിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അയാളെ അള്ളാഹു നിരാശ്രയനാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കടം കൊണ്ട് വലയുന്നവരാണെങ്കിൽ നമ്മളുടെ അവസ്ഥ നമുക്കറിയാം, അള്ളാഹുവിനും അറിയാം. ഏതവസ്ഥയിലാണ് നമ്മൾ ആ കടത്തിലുള്ളത് എന്ന് നമുക്ക് അള്ളാഹുവിനും അറിയാം. അത് മതി. അള്ളാഹുവിനോട് നമ്മൾ ഈ പ്രാർത്ഥന നെഞ്ചു പൊട്ടിക്കൊണ്ട് ചോദിക്കുക. പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും പ്രാർത്ഥന അത് പ്രാർത്ഥനയായി മാറുന്നില്ല, കേവലം ചില അധര വ്യായാമങ്ങളായി മാറുന്നു, നാവ് കൊണ്ടുള്ള ചില കാണിക്കലുകൾ മാത്രമായി മാറുന്നു. അങ്ങനെയാകരുത്. നമ്മളുടെ പ്രാർത്ഥന അത് ഹൃദയത്തിൽ നിന്നും അത് നെഞ്ച് ഇടറിക്കൊണ്ട് കണ്ടമിടറിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കപ്പെടേണ്ട തേട്ടങ്ങളാണ് പ്രാർത്ഥന. അങ്ങനെയാകുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടൂ എന്നുള്ളത് നമ്മൾ ഓർക്കുക. ആ രീതിയിൽ തന്നെ അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. എങ്കിൽ അള്ളാഹു നമുക്ക് വീട്ടിത്തരും. മാലിക്കുൽ മുൽക്കായ, ജബ്ബാറായ, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാ ഖജനാവുകളുടെയും ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കടം വീട്ടിത്തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും ഈ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, ശീലമാക്കുക. എല്ലാ ഉത്തരത്തിന്റെ വേളകളിലും ഈ പ്രാർത്ഥനകൾ നമ്മളിൽ നിന്നും ഉണ്ടാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു വീട്ടി നമ്മളുടെ മരണത്തിന് മുമ്പ് തന്നെ നമുക്കത് വീട്ടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء والتابعين ومن بهداهم اقتفى. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവിൽ പറഞ്ഞാൽ അത് മുഅ്മിനുകളുടെ തടവറയും കാഫിറുകളുടെ സ്വർഗവുമാണ്. ഒരിക്കൽ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മിസ്റിന്റെ തെരുവ് പ്രദേശങ്ങളിലൂടെ നടന്നു പോകുന്നു. അവിടെ ഒരു ജൂതനായ യാചകനെ കണ്ടിട്ടുണ്ട്. ഈ യാചകൻ പറയുന്നു ഇമാമിനോട്, നമുക്കറിയാം ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ ചെറുതായി കാണാനുള്ള ഒരു അവസരവും വെറുതെ കളയാറില്ല. ഹദീസുകളെയും ഖുർആൻ വചനങ്ങളെയും വളച്ചൊടിക്കാനും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനുമെല്ലാം അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവർ വിനിയോഗിക്കും. ഈ ജൂതനായിട്ടുള്ള ഇമാമിനോട് പറയുന്നു, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ, ഈ ലോകം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ തടവറയും സത്യനിഷേധികളുടെ സ്വർഗവുമാണ്. അപ്പോൾ ഇമാം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കാണുന്നത് ഞാനൊരു യാചകനാണ്. നിങ്ങളാകട്ടെ വലിയ ഉന്നതമായ നിലയിൽ നിങ്ങളെ എല്ലാവരും ആദരിക്കുന്നു, നിങ്ങൾക്കൊന്നും ഒരു പ്രയാസവുമില്ല. നിങ്ങൾ വിശ്വാസിയാണെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനൊരു
സത്യനിഷേധിയുമാണ്. എവിടെയാണ് ഇവിടെ എന്റെ സ്വർഗം, എവിടെ നിങ്ങളുടെ തടവറ എവിടെ? ജൂതൻ ചോദിക്കുകയും അപ്പോൾ മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി കൊടുക്കുകയാണ്, തീർച്ചയായും അത് ശരി തന്നെയാണ്. മുസ്തഫയുടെ വാക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല. മുസ്തഫയുടെ വാക്ക് സത്യം തന്നെയാണ്. എങ്ങനെയാണ് സത്യമാവുന്നത്? ഇനി വരാനിരിക്കുന്ന ആഖിറത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ നീ അങ്ങനെയൊന്നും താരതമ്യം ചെയ്ത് നോക്കൂ. ഞാൻ വിശ്വാസിയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ ലഭിക്കാനുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ദുനിയാവ് എന്താണ്? അവന് തടവറയാണ്. എന്നാൽ അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകൾക്ക് ആഖിറത്തിൽ ലഭിക്കാനുള്ള നരകമാണ്. ആ നരകത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ദുനിയാവ് അവർക്ക് സ്വർഗമാണ്. കാരണം ഇനി വരാനുള്ളത് നരകശിക്ഷയാണ്. അതിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ആശ്വാസമുണ്ട്. അതൊരിക്കലും തെറ്റിയിട്ടില്ല എന്ന് ഇമാം മറുപടി പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ദുനിയാവ് നമ്മളുടെ സ്വർഗമല്ല, ഇത് കാഫിറുകളുടെ സ്വർഗമായി പഠിപ്പിച്ചത്. നമ്മളുടെ സ്വർഗം, യഥാർത്ഥ സ്വർഗം ഇൻഷാ അല്ലാഹ് നമുക്ക് വരാനുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടവരാണ്. അതെളുപ്പം കിട്ടുന്ന ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വെറുതെ അങ്ങ് വിടപ്പെടുമെന്ന് വിശ്വാസികൾ കരുതുന്നുണ്ടോ? ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരെ പരീക്ഷിക്കപ്പെടാതെ ശക്തമായ അഗ്നി പരീക്ഷണങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മളുടെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളിലും അവിടെയെല്ലാം അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ പരീക്ഷണങ്ങൾ സഫലമാകുന്നത്, അതിൽ നമ്മൾ വിജയികളാകുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുക. ഏത് സമയത്തും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിവതും അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാതെയുള്ള ഇബാദത്തുകൾ വൃഥാവിലാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും ശരീരം കൊണ്ട് കാണിച്ചു കൂട്ടലല്ല നമസ്കാരം. അല്ലാഹുവുമായുള്ള രഹസ്യ സംഭാഷണമാണ്. ആ സംഭാഷണമായി നമുക്കതിനെ എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ മാത്രമേ നമസ്കാരം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ അറിയുക. അല്ലാഹുവിലേക്ക് പരമാവധി അടുക്കുക, പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകുക, തിന്മകൾ വെടിയുക, പരമാവധി മനുഷ്യമായിട്ടുള്ള തെറ്റുകൾ സൂക്ഷിക്കുക. കാരണം അല്ലാഹു അത് പൊറുക്കുകയില്ല. ഈ മനുഷ്യരിൽ അത് നമുക്ക് പൊരുത്തപ്പെട്ടു തന്നുവെങ്കിലല്ലാതെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് ഏതു സമയത്തും പടഞ്ഞവരാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക, തത്വയോടുകൂടി തന്നെ ജീവിതം ചുറ്റപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹു പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്തിരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസം അനുഭവിക്കുന്ന, കടം കൊണ്ടും പല നിലക്കും ശാരീരികമോ മാനസികമോ ഏത് നിലക്കുമുള്ളതോ ആയിട്ടുള്ള പരീക്ഷണങ്ങളുമാകട്ടെ, അവരുടെ മനസ്സറിയുന്ന അല്ലാഹു അവരുടെ എല്ലാ നിലക്കുമുള്ള വ്യതയും വേവലാദികളും ആവലാദികളും എല്ലാം അതെല്ലാം ദൂരീകരിച്ച് ശിഫയും സൗഖ്യവും ആരോഗ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.